ഊണിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു മീഡിയം സൈസിലുള്ള സവാള, ഒരു പച്ചമുളക്, പിന്നെ നല്ല പുളിയുള്ള ഒരു പച്ചമാങ്ങ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് പരിപ്പും നല്ല കഴുകി വൃത്തിയാക്കിയ ചക്കക്കുരു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കുക്കർ വെച്ചിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്, അതായത് പരിപ്പും ചക്കക്കുരും പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും കൂടെ നമുക്ക് ഒരുമിച്ചിടാം. പച്ചമാങ്ങ ഇപ്പോൾ ഇടണില്ല കേട്ടോ, അത് ചക്കക്കുരു വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിടാം. അപ്പോൾ ഇതിലേക്ക് പൊടികളിടാം. ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് പാകത്തിന് മുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ നമ്മുടെ ചാറ് ആവശ്യത്തിന് 1.5 കപ്പോ അല്ലെങ്കിൽ 1 കപ്പോ വെള്ളം കൂടെ ഒഴിക്കാം. എന്നിട്ട് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ വേവ് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഞങ്ങൾക്ക് 2 വിസിൽ കേട്ടപ്പോഴേക്കും ചക്കക്കുരു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ഇളക്കാം. ചക്കക്കുരുത്തേക്ക് ഉണ്ട് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എല്ലാം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പച്ചമാങ്ങ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ അടച്ചു വെച്ച് വേവിക്കേണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ വെള്ളം കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി കുക്കറൊന്ന് തുറന്ന് വെച്ച് വേവിക്കാം. വിസിൽ കേൾപ്പിച്ചാൽ ചിലപ്പോൾ നമ്മുടെ പച്ചമാങ്ങയൊക്കെ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചുമ്മാ ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതേ ഒരു തിള വന്നു കഴിഞ്ഞ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ പച്ചമാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പൊക്കെ ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഉപ്പ് വന്നിട്ട് കുറവാണെങ്കിൽ ഉപ്പതേ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ തേങ്ങ അരച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ ഭയങ്കര പേസ്റ്റായിട്ടൊന്നും അരയ്ക്കേണ്ട, ഒന്ന് ചെറുതായിട്ട് അരച്ചെടുത്ത് അതിലേക്ക് ഈ അരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ചും കൂടെ വെള്ളം കൂടെ ഞാൻ ആ ജാറിൽ ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് കുക്കർ മാറ്റിയിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോൾ കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. നമ്മുടെ കറിയിലേക്ക് താളിച്ച് ഒഴിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. സംഭവം കണ്ടില്ലേ, സിമ്പിളാണ്. നമുക്കിനി ഇപ്പം തന്നെ എടുക്കാതെ കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് നമുക്ക് കറി പകർത്തിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്